ശ്രീകുമാർ ഒരു അജണ്ടയും ഇല്ല എന്നാണ്, ഒരു പേടിയും ഇല്ല എന്നാണ് ശ്രീ ലാൽകുമാർ പറയുന്നത്. താങ്കളുടെ മറുപടി? നോക്കൂ മഞ്ജുഷേ, ഈ അടുത്ത കാലത്ത് രണ്ട് പ്രമുഖ നേതാക്കളുടെ ശരീരഭാഷയിൽ നിന്നും അവരുടെ മുന്നണികൾക്ക് തിരിച്ചടി നേരിടുമെന്ന് ഇന്ത്യയും കേരളവും മനസ്സിലാക്കി. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ പ്രസംഗ രീതിയും പെരുമാറ്റങ്ങളും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗ രീതിയും പെരുമാറ്റങ്ങളും കണ്ടാൽ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചു വരുന്ന ഗോപകുമാർ സാറിനെ പോലുള്ളവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. നമ്മളൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ കാറ്റ് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കുന്നത് നേതാക്കളുടെ പ്രസംഗങ്ങളിൽ നിന്നും അവരുടെ സമീപനങ്ങളിൽ നിന്നുമാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ ഒരു പാർട്ടിയായ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും കരുതുന്നത് താൻ കേരള മുഖ്യമന്ത്രി മാത്രമാണെന്നും തനിക്ക് കേരളം മാത്രമാണ് തൻ്റെ രാഷ്ട്രീയ മണ്ഡലമെന്നും ദേശീയ തലത്തിൽ മോദിയല്ല രാഹുലല്ല ആര് വന്നാലും തനിക്ക് വിരോധമില്ല എന്നും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചത് എന്തിനാണ്? രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചത് ശരിയായില്ല, കേരളത്തിൽ വന്ന് ഇടതുപക്ഷ മുന്നണിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ശരിയല്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ. രാഹുൽ ഗാന്ധി വയനാട് MP ആണ് എന്നുള്ള കാര്യം അദ്ദേഹം പലപ്പോഴും മറക്കുന്നു. ആദ്യമൊക്കെ ഈ CPM-കാർ പറഞ്ഞിരുന്നത് അദ്ദേഹം വയനാട് MP എന്ന് പരിഹസിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ജോഡോ യാത്രയ്ക്ക് ശേഷം ഉയർന്നതോടെ CPM-ന്റെ മൊത്തം നിലപാട് മാറ്റിയെങ്കിലും കേരളത്തിലെ പിണറായി വിജയൻ്റെ നിലപാട് മാറിയില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചപ്പോഴാണ് കേരളത്തിലെ KPCC പറഞ്ഞത് മുഖ്യമന്ത്രി ഇങ്ങനെ രാഹുലിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ വന്നിട്ട് LDF UDF എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ശത്രുക്കളാണ്. കേരളത്തിൽ ദേശീയ തലത്തിൽ BJP ആണ് കോൺഗ്രസിൻ്റെ ആശയപരമായ ശത്രു. കേരളത്തിൽ BJP ശക്തിയല്ലാത്തതുകൊണ്ട് LDF-നെ എതിർക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ പല പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കുന്നു, അവരെ ജയിലിലടയ്ക്കുന്നു, അവർക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു. പക്ഷേ കേരള മുഖ്യമന്ത്രി മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് UDF മാസങ്ങളായിട്ട് ഉന്നയിച്ചു വരുന്ന ആരോപണമാണ്. പക്ഷേ രാഹുലാണ് തുടക്കമിട്ടത്, അതിന് മുഖ്യമന്ത്രി മറുപടി നൽകുകയാണ് ചെയ്തത്. അതല്ലേ വാസ്തവം? മാത്രമല്ല ഈ അന്വേഷണ ഏജൻസികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിശ്വാസമില്ല കോൺഗ്രസിന്. പക്ഷെ ഇവിടെ വരുമ്പോൾ പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രം ഈ അന്വേഷണ ഏജൻസികളെ കോൺഗ്രസ് വിശ്വസിക്കുകയാണ്. അതിന് രാഹുൽ എന്തിന് വളമിടുന്നു എന്ന ചോദ്യമായിരുന്നു പിന്നീട് ഉന്നയിച്ചത് CPM-ന്റെ നേതാക്കൾ. മുഖ്യമന്ത്രി അതിന് അടിവരയിട്ടു, അദ്ദേഹം മറുപടി നൽകി. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയുമായിട്ട് മുന്നണിയോ പരാമർശിക്കാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ പത്രിക നൽകാമെന്ന് പ്രസംഗിച്ചത്. ഓർമ്മയുണ്ടാവുമല്ലോ, കേരളത്തിലെ ഇടതുമുന്നണിയെക്കുറിച്ച് അദ്ദേഹം ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. മറിച്ച് അതിനുശേഷം ഇവർക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ പറയേണ്ട ഘട്ടം വന്നു. അത് ഇത്തവണ മാത്രമല്ല മഞ്ജുഷ, 2019 പറഞ്ഞില്ലേ? കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗം ഓർമ്മയില്ലേ? രാഹുൽ എന്തിന് കേരളത്തിൽ വന്നു ഓർമ്മയില്ലേ? അതവർ പറയും. അത് നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ അതവർ പറയാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അതവർ പറയും. പറഞ്ഞപ്പോൾ ഇത്തവണ എന്ത് ചെയ്തു? അത് ഒന്നുകൂടെ ഊന്നി പറയേണ്ടി വന്നു. കാരണം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് CPM. 2019 അങ്ങനെ ഒരു മുന്നണി ഇല്ല. അന്നിട്ട് അന്നവരെ പരിഹസിച്ചു, പക്ഷേ രാഹുൽ ഗാന്ധി അന്ന് വേണ്ടിയില്ല. ഇത്തവണ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് CPM. അതിൽ CPM-ന്റെ നേതാവാണ് പിണറായി വിജയനെങ്കിലും ദേശീയ തലത്തിൽ അദ്ദേഹത്തെ ഒരു ദേശീയതല നേതാവായിട്ട് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതൃത്വം കാണുന്നില്ല. കാരണം ഇന്ത്യ മുന്നണി പാറ്റ്ന റാലി നടത്തി, ഡൽഹി റാലി നടത്തി, മഹാരാഷ്ട്ര റാലി നടത്തി. ഏക CPM മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രമുഖനായ നേതാവല്ല പിണറായി വിജയൻ എന്ന് വരുമ്പോൾ അദ്ദേഹത്തെ കേരളത്തിൻ്റെ LDF-ന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരാളെ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വിമർശിക്കേണ്ടി വരും. അതിലെന്താ തെറ്റുള്ളത്? മറിച്ച് പിണറായി വിജയൻ വിമർശിക്കാതിരിക്കുക, അതല്ലെങ്കിൽ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. അതിന് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. അല്ല, വിമർശിക്കുന്നതിനാരെ എതിര് പറഞ്ഞത്? വിമർശിച്ചോട്ടെ. രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ കോൺഗ്രസ് അതിൻ്റെ എതിർത്ത് പറയും, തിരിച്ച് CPM പറയും. അതിൽ തെറ്റില്ല. പക്ഷേ ഇന്നത്തെ വിഷയം അതല്ലല്ലോ. ഇന്നത്തെ വിഷയം ഈ തരംഗപ്പേടിയോ നിങ്ങൾ ചോദിക്കുമ്പോൾ കാരണം എന്താണ്? ഞാൻ പറഞ്ഞ ശരീരഭാഷ വരികയാണ്. കാരണം PV അൻവർ എന്ന MLA അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം 150 കോടി രൂപ VD സതീശൻ ചെമ്മീൻ വണ്ടിയിൽ കൊണ്ടുവന്നു, മീൻ വണ്ടിയിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. അതിനെ പൊക്കി പിടിച്ചുകൊണ്ടൊരു LDF നേതാവ് തിരുവനന്തപുരം കോടതി കേസ് കൊടുത്തു. ആ കേസ് തള്ളിപ്പോയി അല്ലേ? 150 കോടിയുടെ കേസ് ആവിയായിപ്പോയി. അന്നും നിയമസഭയിൽ
മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ലേ PV അൻവർ പറഞ്ഞത്? ഓർമ്മയില്ലേ നമുക്കത്? ഇത്തവണ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപിക്കാൻ ഒരു CPM നേതാവും തയ്യാറായില്ല പിണറായി വിജയന് വേണ്ടിയിട്ട്. ഒരു CPMന്റെ നേതാവും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗവും ഒരു PB അംഗവും പിണറായി വിജയന് വേണ്ടി രാഹുൽ ഗാന്ധി ആക്ഷേപിക്കാൻ തയ്യാറായില്ല. രാഹുൽ ഗാന്ധിയെ വിളിച്ചത് കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച ഒരാളുണ്ട് LDF സ്ഥാനാർത്ഥി കണ്ണൂരിലെ ജയരാജൻ. അല്ല തയ്യാറായില്ല എന്ന് പറയരുത്, അങ്ങനെയൊന്നുമല്ല. പിന്നെ PV അൻവർ മുഖ്യമന്ത്രിയുടെ നാവാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തായാലും തള്ളി പറയുകയില്ല. ഇപ്പോൾ ലാല് പറയുന്നുണ്ട് അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ ന്യായീകരിച്ചൊന്നുമില്ല അൻവറിനെ എന്ന്. പക്ഷെ എനിക്ക് മുഖ്യമന്ത്രിയുടെ ബൈറ്റ് കേട്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. താങ്കൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ശ്രീകുമാർ. അതായത് ഞാൻ പറഞ്ഞത് CPMന്റെ പ്രമുഖ നേതാക്കളൊക്കെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് വരാറുണ്ട്. നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? കേരള മുഖ്യമന്ത്രി ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഈ CPMന്റെ നേതാക്കളോ MLA മാരോ വരുന്നില്ലെന്ന് മന്ത്രി റിയാസ് ഒരു ആക്ഷേപം ഉന്നയിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതേ ആക്ഷേപം ഇപ്പോൾ നിലനിൽക്കുകയാണ്. കാരണം ഇവിടെ PV അൻവർ ഒരു രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമായ പരാമർശം, അത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത്, രക്തസാക്ഷിയായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെക്കുറിച്ചല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് കൂടെ ആക്ഷേപമില്ലേ? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആരുടെ മകനാണ് രാഹുൽ ഗാന്ധി? അത് ആദ്യം മനസ്സിലാക്കൂ. ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരു പ്രധാനമന്ത്രിയല്ലേ രാജീവ് ഗാന്ധി? ആ രാജീവ് ഗാന്ധിയല്ലേ CPMന്റെ MLA ആക്ഷേപിച്ചത്? അപ്പോൾ മുഖ്യമന്ത്രി തിരുത്തണമായിരുന്നു. പകരം അത് ശരിയാണ് എന്ന് പറയുമ്പോൾ, കൊടുത്താൽ എന്താണ് തിരിച്ചു കിട്ടുമെന്നോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി പറയാനുള്ള കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേരളത്തിലൊരു UDF തരംഗമുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. കാരണം അവസാനത്തെ CPMന് രണ്ട് ആയുധങ്ങളുണ്ട്, ഒന്ന് അസഭ്യവും ഒന്ന് അശ്ലീലവും. ഈ രണ്ട് ആയുധങ്ങൾ അവരെപ്പോഴും എടുത്തിട്ടുണ്ട്. അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എടുത്തു, അത് കോട്ടയത്ത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു സഹതാപം ആഞ്ഞു വീശുകൊണ്ട് അവിടെ പുതുപ്പള്ളിയിൽ എടുത്തില്ല. നിങ്ങൾ വടകര നോക്കൂ, വടകരയിൽ ഷാഫി പറമ്പിലിനെതിരായ ആക്ഷേപം ഉന്നയിച്ചിട്ട് പിന്നെ അവിടുത്തെ LDF സ്ഥാനാർത്ഥി എന്താണ് പറഞ്ഞത്? അവിടെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ LDF സ്ഥാനാർത്ഥി പിന്നെന്താണ് പറഞ്ഞത്? അവിടെ ഷാഫി പറമ്പിൽ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചില്ലേ, കേസ് കൊടുത്തില്ലേ? അപ്പം നിങ്ങളത് മനസ്സിലാക്കൂ. അപ്പം അശ്ലീലമത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്ന സ്വഭാവം CPMന് എക്കാലത്തുമുണ്ട്. ഇവിടെ PV അൻവർ നടത്തിയ പരാമർശം അത് ഏത് നിലവാരത്തിലുള്ളതാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. പക്ഷേ മുഖ്യമന്ത്രി അതിനെ അനുകൂലിക്കുമ്പോൾ മനസ്സിലാക്കുക, നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ അതൊരു LDFന്റെ അണികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനല്ല. അണികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ചെയ്ത ഭരണപരമായ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. എന്ത് ഭരണകാര്യം ഇവർക്കുള്ളത്? ഏത് ഭരണ നേട്ടമായി ഇവർക്കുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? അവസാനം എന്താ, 2 ദിവസം മുമ്പ് വന്ന തൃശ്ശൂർ പൂരം, ആ തൃശ്ശൂർ പൂരം പോലെ അലങ്കോലപ്പെടുത്തിയിട്ട് അങ്ങനത്തെ ഒരു മുന്നണി, ഒരു മന്ത്രിസഭയ്ക്ക് എന്ത് നേട്ടമാണ് മറ്റൊരു കാര്യമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വടക്കേ ഇന്ത്യയിൽ BJP ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണണമെങ്കിൽ അത് കേരളത്തിലേക്ക് വന്നാൽ മതി. ഇതാണ് BJPയുടെ വടക്കേ ഇന്ത്യയിലെ പ്രചാരണം. ശ്രീ N. ശ്രീകുമാർ, ഞാൻ 3 പേരിലേക്ക് വരാൻ ഒരു ചെറിയ